കസേര രക്ഷിക്കാനുള്ള ബജറ്റ്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. JDU-വിനെയും TDP-യെയും കൂടെ നിർത്താൻ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ശതകോടികൾ വാരിക്കോരി നൽകിയ ബജറ്റിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അവഗണന. കേരളത്തിന് മാത്രമല്ല, BJP ഭരിക്കുന്ന UP-ക്ക് പോലും ബജറ്റിൽ കിട്ടിയത് നാമമാത്രമായ പരിഗണന മാത്രം. ബജറ്റ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനും നൽകിയ സോക്കോൾഡ് വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതായിരുന്നോ എന്നാരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാനാവില്ല. ലോക്സഭയിൽ തുടരെ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും പേരുകൾ മാറി മാറി വിളിച്ചാണ് നിർമ്മല ഓരോ പദ്ധതിയും പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷം പറഞ്ഞതുപോലെ ഇത് പ്രധാനമന്ത്രി കസേര രക്ഷിക്കാനുള്ള കുർസി ബജാവോ ബജറ്റാണോ? ആന്ധ്രയ്ക്കും ബീഹാറിനും ബജറ്റിൽ അമിത പ്രാധാന്യമാണോ ലഭിച്ചത്? നമുക്കൊന്ന് നോക്കാം. 2024 ഹൈദരാബാദ് വിട്ട് അമരാവതിയിലേക്ക് സംസ്ഥാനത്തിന്റെ തല മാറ്റാനാണ് ചന്ദ്രബാബു നായിഡുവിന്റെ പദ്ധതി. ആന്ധ്രാപ്രദേശിന്റെ ഈ തലസ്ഥാന വികസനത്തിനായി മാത്രം 15,000 കോടി രൂപയാണ് ഈ വർഷത്തെ ബജറ്റിൽ നിർമ്മല സീതാരാമൻ വകയിരുത്തിയത്. സംസ്ഥാനത്തേക്ക് മൂലധനം ആകർഷിക്കുന്നതിന് സഹായിക്കുമെന്നും വാഗ്ദാനമുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണെന്ന സൂചന നൽകി വരും വർഷങ്ങളിൽ സംസ്ഥാനത്തിന്റെ വികസനത്തിനായി കൂടുതൽ ഫണ്ട് താൻ അനുവദിക്കാമെന്നും നിർമ്മല ബജറ്റ് അവതരണത്തിൽ ഉറപ്പു നൽകി. ബജറ്റിൽ ബീഹാറിനുള്ള പദ്ധതികൾ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്ന പ്രതീതിയാണ് പലർക്കും തോന്നിയത്. വിമാനത്താവളങ്ങൾ, മെഡിക്കൽ കോളേജുകൾ, റോഡുകൾ, പാലങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ടൂറിസം പദ്ധതികൾ എന്നുവേണ്ട വാരിക്കോരിയാണ് സംസ്ഥാനത്തിന് മോദി സർക്കാർ നൽകിയത്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ തന്റെ സ്വന്തം സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നതിന് തെളിവായി ഈ ബജറ്റ്. ആന്ധ്രയുടെ വികസനത്തിനായി 15,000 കോടിയുടെ പദ്ധതിയാണ് നിർമ്മല പ്രഖ്യാപിച്ചതെങ്കിൽ ബീഹാറിലെ ഹൈവേകൾക്ക് മാത്രം ലഭിച്ചത് 26,000 കോടി രൂപയുടെ പദ്ധതിയാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒഡീഷ, ബംഗാൾ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾക്കും മോദി സർക്കാർ പരിഗണന നൽകി. ആന്ധ്രാപ്രദേശിനെ കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ വിചിത്രമായൊരു നടപടിയും നാം കണ്ടു. അടിസ്ഥാന സൗകര്യ വികസനം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികളിലും പക്ഷപാതം കാണിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങൾക്കും കാര്യമായി യാതൊന്നും കിട്ടിയില്ല. ഇത് വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധത്തെ കൊളുത്തിയിരിക്കുകയാണ്. എന്നാൽ അതിൽ വിവേചനമില്ലെന്നാണ് ധനമന്ത്രിയുടെ വിശദീകരണം. എല്ലാ സംസ്ഥാനങ്ങൾക്കും ബജറ്റിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷത്തിന് ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നുമാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. കേന്ദ്ര ബജറ്റ് രാജ്യത്തെ കർഷകരെ പാടെ അവഗണിച്ചെന്ന് രാജസ്ഥാൻ മുൻ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ സച്ചിൻ പൈലറ്റ് പറഞ്ഞു. ബജറ്റിൽ പല സംസ്ഥാനങ്ങളുടെയും പദ്ധതികൾ പരാമർശിച്ചെങ്കിലും രാജസ്ഥാന്റെ ERCP, യമുന ലിങ്ക് പദ്ധതികൾക്കായി യാതൊരു പ്രഖ്യാപനവും നടത്താത്തത് സംസ്ഥാനത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നതാണെന്നാണ് സച്ചിൻ പൈലറ്റ് ആരോപിക്കുന്നത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നപ്പോൾ സംസ്ഥാനത്തിന്റെ അക്കൗണ്ട് പൂട്ടുകയാണ് കേന്ദ്രം ചെയ്തതെന്നാണ് കേരള ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. ഈ ശിങ്കിടി ബജറ്റിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ബജറ്റ് അവതരണത്തിന് പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗം പാർലമെന്റിലെ പ്രതിഷേധ നീക്കങ്ങൾ സംബന്ധിച്ച് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, NCP അധ്യക്ഷൻ ശരത് പവാർ, ശിവസേന MP സഞ്ജയ് റാവത്ത്, DMK MP TR ബാലു തുടങ്ങിയവരും തൃണമൂൽ കോൺഗ്രസ് AAP നേതാക്കൾ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് ജൂലൈ 27 നടക്കുന്ന നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാനാണ് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരുടെ ഒന്നടങ്കമുള്ള തീരുമാനം. തമിഴ്നാട്, കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ആദ്യം അറിയിച്ചത്. മാസങ്ങൾക്കകം തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളെ പോലും മറന്നാണ് ആന്ധ്രയ്ക്കും ബീഹാറിനും സർക്കാർ പണം വാരിക്കോരി നൽകിയത്. രാജ്യത്തെ ഡബിൾ എഞ്ചിൻ സംസ്ഥാനങ്ങൾ ഈ ബജറ്റിനോട് എങ്ങനെയാവും പ്രതികരിക്കുക? വരും നാളുകളിൽ NDAയ്ക്കകത്തും പുറത്തും BJP നേരിടേണ്ടി വരുന്നത് ഈ ചോദ്യമാകുമെന്ന് ഉറപ്പാണ്.